സോ ഗൈസ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഇടുന്നത് ബിഗ് ബോസ് കാണാൻ നിർത്തിയതോ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ചാനൽ നൈസായിട്ട് ടെർമിനേറ്റ് ആയിപ്പോയി. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, ഒരു മാസത്തിന് ശേഷമാണ് ചാനൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടുന്നത്. സോ ഇന്ന് 81ാമത്തെ എപ്പിസോഡായിരുന്നു. 80ാമത്തെ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പൊന്നെ ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ഒരു ടാസ്ക്. അതിൽ മറ്റേ ടങ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമല്ലേ, അപ്പം മലയാളമാണ് സംഭവം പറയുന്നത്. ഇത് ഫസ്റ്റത്തെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ സാധനം. പിന്നെ അത് കഴിഞ്ഞ് മലയാളം പറയുന്നു. അപ്പം ഈ മലയാളം വരുമ്പോൾ ശ്രീതു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ശ്രീതു ആ ഒരു ടാസ്കിൽ ജയിക്കുന്നുള്ളത്. കാരണം ആളുടെ പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റാണ്. ആൾക്ക് പ്രോപ്പറായിട്ട് മലയാളം പറയാൻ അറിയില്ല പ്രോപ്പറായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇവളിങ്ങനെ മാല ഇട്ടിട്ട് വേണം, എന്താ പറയുക, ഒരു പൂച്ച ഉണ്ടാവുക, പൂച്ചേൻ്റെ മേത്ത് കഴുത്തിൽ പ്രോപ്പറായിട്ട് മാല ഇട്ടിട്ട് വേണം പിന്നെ അത് പറയാം. സോ മാല ഇടാൻ ടൈമിൽ കച്ചറ ഉണ്ടാക്കാൻ ചെറിയൊരു സീനിൽ ഇങ്ങനെ വരുമ്പോൾ ഇവളെന്തിനാ വെറുതെ, കാരണം ഇവക്കൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അൾട്ടിമേറ്റ് പൂച്ചയായിരുന്നു. പക്ഷെ ശ്രീതു അവിടെ ജയിച്ചു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ സത്യം പറയാൻ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ല, ഇവളിങ്ങനെ പറഞ്ഞു. ഞാൻ ശരിക്കും അവളിങ്ങനെ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതാണ് നമുക്കൊരു സാധനം ഇങ്ങനെ അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പോണ വഴിക്കും ഉള്ള വഴിക്കൊക്കെ പറയുന്നുണ്ട്. സോ ആള് മാക്സിമം ശ്രമിച്ചിട്ടാണ് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നറിയില്ലേ, അങ്ങനെയുള്ള ഒരു പോയിന്റ് പോലെ എനിക്കത് തോന്നിയത്. പിന്നെ എവിടെയോ എന്തോ ജാസ്മിനെ ഫേവർ ചെയ്യാൻ നോക്കിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഇത് ജാസ്മിൻ തൊട്ടടുത്തിട്ടുള്ളപ്പോൾ മണി അടിക്കാൻ നോക്കി, അത് പക്ഷെ ഒത്തില്ല. അതിൽ ഋഷി കൊണ്ടുപോയി, ഋഷി കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഗെയിമിൻ്റെ ടാസ്ക് നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എപ്പിസോഡാണ് കണ്ടത്, ലൈവ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ടയർഡായിട്ട് അസുഖമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്നു. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്, ഓവർ ബാഡല്ല. ഫസ്റ്റ് തന്നെ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നറുക്കിട്ടിട്ട് എന്തോ ഒരു കടലാസ് ഉണ്ടാവും, അതിലൊരു സംഭവം പറയുന്നുണ്ടാവും. അത് ആരെയാണ് കൂടെ ചേർത്തിട്ട് പറയുക. ഇപ്പോൾ ഒരാളെ ഒഴിവാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കൂട്ടുകൂടാനാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് കൂട്ടുകൂടാനാണെങ്കിൽ ആരാന്ന് വെച്ചാൽ പറയാനുണ്ട്. അതിൽ പറഞ്ഞതൊക്കെ നല്ല രസമുണ്ട്. വലിയ ബോറായിട്ട് നോറ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു കാര്യം. എനിക്ക് മനസ്സിലാവുന്നില്ല ആളെന്താ ഉദ്ദേശിക്കുന്നത്. ഈവൻ മറ്റേ സിജോൻ്റെ കേസിൽ മറ്റേ മറവ് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നോറയും സിജോയുള്ള എന്തൊക്കെയോ പറഞ്ഞു പോവുക. എനിക്ക് പണ്ട് ഇത് ജിൻഡോനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജിൻഡോ ഇതേമാതിരി എന്തൊക്കെയോ പറഞ്ഞ് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. ഒരു ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അതേപോലെ നോറേനെപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. നോറേൻ്റെ ഒരു കളിയൊന്നും എനിക്ക് സുഖമായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ ടാസ്കിൽ അഭിഷേകിന് നല്ല പോയിന്റ് ഉണ്ട്. പക്ഷേ മറ്റേ ഇതിൽ അതിനോണ്ട് തന്നെ 11 പോയിന്റിട്ടായിട്ട് അഭിഷേക് മുന്നിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആള് ഇന്ന് രാത്രി വരെ ടാസ്ക് ഉണ്ടായിരുന്നു, ടിക്കറ്റ് ഫിനാലെ ലേറ്റ് നൈറ്റും ടാസ്ക് ഉണ്ടായിരുന്നു. സോ ആ ടൈമിലൊക്കെ ആൾ കിടന്നുറങ്ങുകയാണ്. അതിൻ്റെ ഇടയിലും ജാസ്മിൻ വന്ന് വിളിക്കുന്നുണ്ട്. പാവം ഒത്തില്ല, എന്തോ 5th ഉള്ളിൽ വരണം എന്നുണ്ടായിരുന്നു. ആള് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ പഴയ ആ ഒരു ഗെയിം സ്റ്റൈലൊക്കെ മാറി കിട്ടോ, വേറൊരു ഗെയിം സ്റ്റൈലിലേക്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, എനിക്കിപ്പോൾ എന്താ പറയുക, ഹെയ്റ്റ് ഉണ്ടോ, ഇഷ്ടംപോലെ ഹെയ്റ്റ് ഉണ്ട് ജാസ്മിൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും അതിലൊരു ഗെയിമർ എന്ന് പറയാൻ പറ്റിയൊരു ഒരാൾ ജാസ്മിനാണ്. പിന്നെ അഭിഷേക് ടോപ്പിലാണ്, പിന്നെ വരുന്നത് ജിൻഡോ ആണ്, പിന്നെ ഋഷി വരുന്നുണ്ട്, സായി. ഇവർക്ക് ജിൻഡോയ്ക്ക് 6 പോയിന്റ്, ഋഷിക്ക് 5 പോയിന്റ്, സായിക്ക് 5 പോയിന്റ്, അർജുന് 4 പോയിന്റ്, ശ്രീധുവിന് 3 പോയിന്റ്. ആ 3 പോയിന്റ് ഇന്ന് കിട്ടിയതാണ്. ഞാൻ തീരെ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ജാസ്മിൻ 2 പോയിന്റ്, സിജോയ്ക്ക് 1 പോയിന്റ്, നോറയ്ക്ക് 0, നന്ദനയ്ക്ക് 0. നന്ദന അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് കഷ്ടപ്പെടാൻ നോക്കുന്നുണ്ട്. എന്താ നന്ദന ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ പറയാം, മറ്റേ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. ഓരെന്താ ചെയ്ത്? ഒരൊന്നും ചെയ്തില്ല. ഒരു പ്രോപ്പറായിട്ട് ഓളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർക്കും ഒരു നിർബന്ധവും ഇല്ല. പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു തരത്തിലുമല്ല, അവർ കണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സോ കാണാത്ത കാര്യം നമുക്ക് ഇങ്ങനെ വെറുതെ സിജോയും സായിനും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. വലിയ കൊണല്ല കാര്യമൊന്നുമല്ല, വെറുതെ നന്ദൻ എന്തൊക്കെയോ പറയാണ്. എനിക്കിങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇടങ്ങേറാക്കും. അത് മിക്കതിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഒരു കോണ്ടസ്റ്റൻറ്റും. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ
ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ക്യാമറ ആയിട്ട് ആരെ വെക്കണം എന്ന് ചോദിച്ചാൽ ആര് പറയുന്നുള്ളൂ നേരത്തെ ഫസ്റ്റത്തെ ഒരു ടാസ്കിൽ ഇത് മറ്റേ ഒരു കടലാസ് നോക്കിയിട്ടുള്ള പറയണേ ചോദ്യം ചോദിക്കുന്നതിൽ അതിൽ സായിനെ പറഞ്ഞു. സായിന് എനിക്ക് അതാ തോന്നുന്നു കേട്ടോ. സായി അവിടത്തെ കാട്ട് നല്ല പുറത്ത് കുത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഓൻ പിന്നെ ഓൻ്റെ കുടുംബം നന്നാക്കാനാണ് ഉള്ളിൽ കയറിയത്, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫണ്ണായോന്ന് ചോദിച്ചാൽ ഫണ്ണായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത എപ്പിസോഡൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് ഏറ്റവും കോമഡി ഇവരപ്പുറത്ത് ഇങ്ങനെ കച്ചുണ്ടാവുക. സായും നന്ദനും ഭയങ്കര കച്ചുണ്ടാവുക. അവിടെ സായും നന്ദനും പിന്നെ ഋഷി ഇടയ്ക്ക് വരുന്നുണ്ട്, പിന്നെ മറ്റേ സിജോ വരുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് അഭിഷേക് ഇങ്ങനെ തലോണം അങ്ങനെ പൊത്തിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നത്. അതായത് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഏതൊക്കെയോ കോമഡി സീരിയലായിരിക്കും. പോണ്ടറൊന്നും ഉണ്ടാക്കും, അവിടേക്ക് ഉറങ്ങണം, അങ്ങനത്തെ ഒരു മൈൻഡ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത്രയും കാലം എനിക്ക് ടെർമിനേറ്റ് ആയതുകൊണ്ടാണ് ചാനൽ പക്ക ടെർമിനേറ്റ് ആയി. അതിനോട് മാത്രമാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോറി ഗൈസ്. ഞാൻ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാത്തതും ഇനി മുതൽ ഞാൻ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. എപ്പിസോഡായിരിക്കും ഞാൻ കാണുക, ലൈവ് ഒന്നും കാണാനുള്ള സമയമില്ല. എപ്പിസോഡായിരിക്കും കാണുക. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കാരണം കുറേ ഇടങ്ങേറൊക്കെ വന്നു തുടങ്ങി. പിന്നെന്താ പറയുക, ഞാൻ തീരെ വിചാരിച്ചില്ല തിരിച്ച് കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ച് തന്നതിന് താങ്ക്സ്. ആരാണോ അത് കൊണ്ട് കളഞ്ഞ് അത് തിരിച്ച് തന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. എനിക്കറിയില്ല എന്തിൻ്റെ പേരിലാണ് കിട്ടിയതെന്നൊന്നും. ഇനി കിട്ടാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് ചെറപറ സംസാരിക്കാം. അപ്പോൾ ഒക്കെ നമുക്ക് കാണാം.